അപ്പം അള്ളാൻ്റെ വജീന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ മൂക്കറ്റ എനിക്ക് തിന്നാൻ പറ്റൂല. കാരണം അതിൽ അള്ളാൻ്റെ വജീ ഇല്ല. എന്തിലും അപ്പം ഏത് കാര്യം അവസാനിപ്പിക്കുകയാണ്. ഏത് കാര്യം ആരെ വജീന് വേണ്ടിയാക്കുക? അള്ളാഹുവിൻ്റെ വജീന് വേണ്ടിയാക്കുക. വളരെ ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു 5 ജീവിതത്തിൽ നിന്ന് വർജിക്കേണ്ട 5 സാധനങ്ങൾ 5 ക്ലാസ്സിൽ പറഞ്ഞുതരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 സാധനം വർജിക്കണം, ജീവിതത്തിൽ മാറ്റിവെക്കണം. അത് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും, അത് ഞാൻ അടുത്ത ആഴ്ച വേറെ സാധനം പറയും. 1, ഏറ്റവും വലിയ വൈറ്റ് പോയിസനായ പഞ്ചസാര ഒഴിവാക്കണം. നിത്യജീവിതത്തിൽ നിന്ന് പഞ്ചസാര മാറ്റിവെക്കണം. കാരണം പഞ്ചസാര അത്ര അപകട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് ഏറ്റവും രോഗമുള്ള സമുദായം മുസ്ലിങ്ങളാണ്. അതിന് അടിസ്ഥാന കാരണം പഞ്ചസാരയാണ്. ബേക്കറി അടക്കം ശർക്കര ഉപയോഗിച്ചാൽ മതി. ഇവിടെ ശർക്കര ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരു കൂട്ടർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നു. അപ്പോൾ അവരാണ് ഇന്ന് ചായ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട്, ഇതൊരു തൗഫീഖാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ മനസ്സിൽ വിചാരിച്ചു 5 ആഴ്ച 5 ജീവിതത്തിൽ മാറ്റി വെക്കേണ്ട 5 സാധനങ്ങളെ പറയും. അത് ആലോചിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെൻ്റെ അടുത്ത് വന്ന്, അവരെ കയ്യിൽ നിന്ന് ശർക്കര വാങ്ങൽ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഇനി വേണമെങ്കിൽ വാങ്ങാം. അവർ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ഫാക്ടറി പോയി ശർക്കര കൃത്യമായി നോക്കി പഠിച്ച് കൊണ്ടുവരികയാണ്. ശർക്കര എന്ന് പറയുമ്പോഴത്തേക്കും വാങ്ങണ്ട. കാരണം വൈറ്റ് ഷുഗറിൽ കളർ കൂട്ടിയാൽ ബ്രൗൺ ഷുഗർ ആവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ജീവിതത്തിൽ പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര ഒഴിവാക്കണം, ഉറപ്പായിട്ട് ഒഴിവാക്കണം. പഞ്ചസാര ഒഴിവാക്കിയവർക്ക് കൈപ്പൊക്കാം. പഞ്ചസാര ജീവിതത്തിൽ ഒഴിവാക്കണം. ഡോക്ടറുണ്ട്. പഞ്ചസാര ഒഴിവാക്കണം. അടുത്ത് പറയും പഞ്ചസാര ഒഴിവാക്കന്നെ വേണം. മജ്ലിസുകളിലൊന്നും പഞ്ചസാര വേണ്ട. ശർക്കര ഉറപ്പുണ്ടെങ്കിൽ ശർക്കര ആയിക്കോളി. ഞാൻ മറയൂർ പോയിട്ട് ശർക്കര കൊണ്ടുവന്നു. ഈ നോമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ മറയൂർ പോയി. മറയൂർ ശർക്കര നോക്കി കണ്ടു. മറയൂർ ശർക്കര കൊണ്ടുവന്നു. നീ അല്ലേ കൂടെ ഉള്ളത്? അൻവർ കൂടെ ഉണ്ട്. മറയൂർ ശർക്കര മറയൂരിൽ നിന്ന് കൊണ്ടുവന്നു. അത് കണ്ട് പഠിച്ച്. എന്തുകൊണ്ട്? ഒരു നന്മയാണ്. പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അസുമുൽ ഖാത്തിൽ, നിശബ്ദമായ കൊലപാതകിയ. പഞ്ചസാര നിത്യമായി ഉപയോഗിക്കുന്നവർക്ക് രോഗം വരാതെ നിർവാഹമില്ല. അവർക്ക് ക്യാൻസർ എന്തെങ്കിലും അവർക്കുണ്ടോ? ഒഴിവാക്കന്നെ വേണം. പഞ്ചസാര ജീവിതത്തിൽ ഒഴിവാക്കുക. അത് വീട്ടിൽ ഈ ക്ലാസ് കേൾക്കുന്നവരോട് ഞാൻ പറയാം, അത് പാത്രം കഴുകി വെച്ചാൽ പഞ്ചസാര വേണ്ട. ശർക്കര അടിസ്ഥാനപരമായി പഞ്ചസാര അടുത്ത കാലത്ത് വന്നതാണ് നമ്മളെ നാട്ടിലേക്ക്. നമ്മളെ അടിസ്ഥാനപരം അതിലെന്തായിരുന്നു? നമ്മളെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇല്ല എന്ന് ഇന്നെപ്പോലെ പറയാൻ ഉണ്ടായിരുന്നില്ല. ഒരു 40 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇല്ലായിരുന്നില്ല എന്ന് പറയാനുള്ളവർക്ക് കൈപ്പൊക്കാം. അല്ലേ? സത്യല്ലേ? ഉണ്ടായിരുന്നില്ല, പഞ്ചസാര ഇല്ല. അന്ന് നമ്മൾ വിചാരിച്ചു ദാരിദ്ര്യാണ്. ആ ദാരിദ്ര്യം ഹൈറായിരുന്നു. പഞ്ചസാര വളരെ അപകടകരമായ സാധനമാണ്. സർക്കാരിന്റെ പൊടി. അതെ. അതുകൊണ്ട് അതാണ് അക്കാലത്ത്, അത് ശർക്കരയാണ്. ശർക്കര തന്നെ, പഞ്ചസാരയല്ല. വളരെ ചിന്തിക്കണം. പഞ്ചസാര ഉപയോഗിക്കരുത്. ആരോഗ്യമുണ്ടല്ലേ? സമ്പത്തിനേക്കാളും വലിയ കാര്യം ആരോഗ്യമാണ്. സലുല്ലാഹൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് സമ്പത്തല്ല എപ്പോഴും എന്ത് ചോദിക്കണം? ആരോഗ്യം. പുണ്യ റസൂൽ എന്താ ഹദീസ്? സലുല്ലാഹൽ ആഫിയ. എപ്പോഴും നിങ്ങൾ അള്ളാഹുവോട് ആഫിയത്ത് ചോദിക്കണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി. അപ്പത്തിന് വഅഫിനി. ഹിദായത്ത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ആഫിയത്ത് വേണ്ടേ? പിന്നെയാണ് വതവല്ലനി. സത്യത്തിൽ വതവല്ലനി നീ എന്നെ ഏറ്റെടുക്കണേ. അതിൻ്റെ മുമ്പ് എന്താ ചോദിച്ചത്? ആഫിയത്ത്. പറ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. നീ ഹിദായത്ത് തന്നവരെ കൂട്ടത്തിൽ എനിക്ക് ഹിദായത്ത് തരണം. പിന്നെ വഅഫിനി ഫീമൻ ആഫൈത. നീ ആഫിയത്ത് കൊടുത്തവരെ കൂട്ടത്തിൽ എനിക്ക് നീ ആഫിയത്ത് തരണം. വതവല്ലനി നീ എന്നെ ഏറ്റെടുക്കണം. അത് മൂന്നാമതാണ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. 1 ഹിദായത്ത്, 2 ആഫിയത്ത്. കാരണം നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ആഫിയത്ത് വേണം. പണ്ട് ആഫിയത്ത് ഉള്ളവർക്ക് എല്ലാവർക്കും ആഫിയത്ത് ഉണ്ട്. അന്ന് പള്ളിയിൽ കസേരയില്ല.
ഇന്റെ കുട്ടിക്കാലത്ത് പള്ളിയിൽ കസേരനല്ല. ഇപ്പൊ പള്ളി കസേര അല്ലാതെ വേറൊന്നുമില്ല. 1-ാം സഫ് കസേര, പ്രസിഡന്റ് ആണെങ്കിൽ പറയും വേണ്ട, നേരെ നടുവിലിരിക്കുക കസേര. ഈ കസേരയിലിരിക്കുന്ന ഒരു സൈഡിക്ക് മാറി. കസേരയിൽ നിസ്കാരം തന്നെ അല്ല. എന്ത് നിസ്കാരം? ഇരുന്ന നിസ്കാരം എങ്ങനെ പറയും? ഇരുന്ന നിസ്കാരം എങ്ങനെ? താഴെ ഇരുന്ന നിസ്കാരം എങ്ങനെ പറ? ഇരുന്ന നിസ്കാരം എങ്ങനെ? നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കാം. നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വയം കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളെ സഹായം കൊണ്ട് കഴിയെങ്കിൽ സഹായം തേടണം. തിരിഞ്ഞിട്ടില്ല, ഈ പണിക്ക് കൂലി എടുക്കണില്ലേ? ഈ 5-ാമത്തെ നിസ്കാരത്തിൽ ഒരാൾ എന്നെ അങ്ങനെ പിടിച്ചിട്ട് അവനെ 500 ഉറുപ്പിക എടുത്താളാ. എന്താ അങ്ങനെ കൊടുത്താൽ? അതിനൊന്നും ആവൂല, എനിക്ക് നിസ്കാരമല്ല. ഒരാളെ സഹായം കൊണ്ട് എണീറ്റിക്കാൻ കഴിയെങ്കിൽ എന്ത് ചെയ്യണം? സഹായം കൊണ്ട് എണീക്കണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കണം. എങ്ങനെ ഇരിക്കുക? എങ്ങനെ ഇരിക്കല്? നിസ്കാരത്തിൽ ഇരുത്ത എങ്ങനെ? എങ്ങനെ കസാരി കുത്തിരിക്കുക? നിസ്കാരത്തിൽ ഇരുത്തേതാ ഇതന്നെ. ഇതാണ് നിസ്കാരത്തിലിരുത്തം. ഇരുന്ന നിസ്കാരം എവിടെയല്ല പറ, എവിടെയല്ല? അതൊക്കെ 100-ാം നമ്പറല്ലേ? ഞങ്ങൾ ഇരിക്കേണ്ടത് എങ്ങനെ? നീ പറ. നീ അത്തഹയ്യാത്തിൽ ഇരിക്കുമ്പോഴേക്കണം. പള്ളിയിൽ മുഴുവനും കസേരയാണ്. ഇത് വന്നിട്ടൊരു 10-15 20 അങ്ങനെ തന്നെ അടുത്തുള്ള പറയല്ലേ? 20 ആയിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് എവിടേക്കപ്പി പോണ്? എന്റെ അതിൽ നിയമമൊന്നുമില്ല. പഴയ കാലത്തിന് ആവശ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവര് ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന ഒരു സാധനം കഴിച്ചിട്ടില്ല. 82-ാമത്തെ വയസ്സിൽ എൻ്റെ ഒപ്പം മരിക്കണത്. ജീവിതത്തിൽ ഇരുന്ന് നിസ്കരിച്ചില്ല. 82-ാമത്തെ വയസ്സിൽ എൻ്റെ ഒപ്പം മരിക്കണത്. അതിന്റെ അപ്പുറം ഉണ്ടാവും. അവരെ ഒരു കണക്കാ. 82-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പ മരിക്കണത് എന്തിലിരുന്നിട്ടില്ല? കസേരയിലിരുന്ന് നിസ്കരിച്ചിട്ടില്ലടാ. അക്കാലത്തെ മനുഷ്യന്മാരൊന്നും അങ്ങനെയല്ല. ഇപ്പൊ തുടങ്ങിയതാണ് കുറച്ച് മലയാളിമാരും കുറച്ച് കസേരയും. അൽഹംദുലില്ലാ. മലയാക്കാരനേട്ടം എന്ത് തുടങ്ങി? എന്ത് പള്ളിയിൽ ഇരിക്കാൻ വഖഫ്, എന്ത് കസേര. ഈ മോലിയമാർക്ക് ജുമാക്ക് ശേഷം പ്രസംഗിക്കാം. എന്ത് ഒരു 10 കസേരന്റെ കൂടി ആവശ്യമുണ്ട്. ആരാ കൊടുക്കുക? ഒരു കസേരക്ക് 400 ഉറുപ്പിക. അവറാണ് കുഞ്ഞാവറാണ് മൂട്ടി. ഇതിനെന്ത് ദീനാള്? ഇതെന്ത് ദീനാണ്? പറഞ്ഞുകൊണ്ടത് അടിസ്ഥാനമായി മുൻഗാമികൾക്ക് ആരോഗ്യമുണ്ട്. എന്തുകൊണ്ട്? അവർ ശരീരം മെനക്കെടുന്നുണ്ട്. ഒന്ന്, ആവശ്യമില്ലാത്തൊരു സാധനം അവർ കഴിച്ചിട്ടില്ല. അവരിൽ നുള്ളു പഞ്ചസാര കഴിച്ചിട്ടില്ല. പഞ്ചസാര ജീവിതത്തിന് എടുത്തു കളയണം. സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമാണ്.